ഹായ് ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ കഴിഞ്ഞ എപ്പിസോഡ് കാണണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഈ എപ്പിസോഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ബോർഡറിൽ നിന്ന് നമ്മുടെ പരേഡ് കണ്ടിട്ട് വരണ വഴിയാണേ. അപ്പോൾ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ഇത്, അത് കാണിച്ചു തരാം. ഇവിടെ പക്ഷേ ആരും ഇല്ല, എങ്കിലും ഇന്ത്യയുടെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ ഓക്കെ. पाकिस्तान का लास्ट स्टेशन इनको समझ नहीं आया. पाकिस्तान का लास्ट स्टेशन क्या है? पाकिस्तान का लास्ट स्टेशन वाघा. वाघा, ओ वाघा, या इसलिए बोलते हैं वाघा बॉर्डर टारी. टारी हमारा लास्ट है. पाकिस्तान का लास्ट है गाँव. पाकिस्तान का वो साइड और इधर है, इधर है. इधर हमारा अमृतसर, इधर पाकिस्तान. ओ उधर पाकिस्तान. ओके ओके. वो जो टारी लिखा है. ഓക്കെ, നമ്മുടെ ആ ഭാഗത്താണ് പാകിസ്ഥാൻ്റെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് വരുമെന്ന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അട്ടാറ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ഇത് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, നമ്മുടെ ഇന്ത്യയുടെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. പുള്ളിക്കാരെന്തൊക്കെയോ പറഞ്ഞു തരണുണ്ട്, നോക്കാം. बजरंगी भाईजान जो लास्ट में गेट है हमारा, आगे 1.5 किलोमीटर आगे है, उधर मूवी बनी. ओके ओके. रेलवे है ना इधर से पाकिस्तान? ये जो वीर ज़्यादा मूवी बनी. हाँ ओके. वो ये पुल के सीन भी है. वो इधर. हाँ ओके. शाहरुख खान के. और वीर जो भारत मूवी बनी, हाँ वो प्लेटफॉर्म के सीन भी है. हाँ ओके ओके. പുള്ളിക്കാരൻ പറഞ്ഞ ഹിന്ദി സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ, ഷാറൂഖ് ഖാൻ്റെയും. എനിക്ക് പിന്നെ ഞാൻ ഈ ഹിന്ദി സിനിമ കൂടുതൽ കാണാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് അറിഞ്ഞു ഏതൊക്കെ സിനിമയാണെന്ന്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോക്കാം. കണ്ട അവിടെയാണെങ്കിൽ ചോപ്പിൽ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ്ട് ആ ഭാഗത്ത് കണ്ട, അതുവരെ എനിക്ക് തോന്നുന്നു ട്രെയിൻ പോകുള്ളൂ എന്ന് തോന്നുന്നു. കൊള്ളാം കേട്ടോ, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ. അട്ടാര എന്തായാലും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് രാഹുൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അവൻ റീൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാഹുൽ. ക്യാമറ ഇവിടെ ഉണ്ട്, ക്യാമറമാൻ നമ്മുടെ നിതിനാണ്. അബി ട്രെയിൻ പാകിസ്ഥാൻ സ്റ്റോപ്പ് है जो पुलवामा अटैक हुआ ना, उसके बाद ये बंद हो गया. वो बंद हो गया. पहले चलता ट्रैक है ना इधर से ये पाकिस्तान? सीधा लाहौर जाता. ഓക്കെ ഓക്കെ. ഓ പണ്ട് ഇതുവഴി ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ പാകിസ്ഥാനിലോട്ട് പോകാനായിട്ട് പണ്ട് ഇതുവഴി ട്രെയിൻ ഉണ്ടായിരുന്നു ലാഹോറിലോട്ട് പോകാനായിട്ട്. അതാണിത്. ഇവിടെ ആണെങ്കിൽ ഒരു വേലിയൊക്കെ കെട്ടി അടച്ചു വെച്ചിട്ടുണ്ട് അപ്പുറ സൈഡ്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്നത് മിക്കവാറും ഗോൾഡൻ ടെമ്പിളിലോട്ടായിരിക്കും. ഗോൾഡൻ ടെമ്പിൾ ഇപ്പോൾ സമയം ഏതാണ്ട് 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 മണി കഴിഞ്ഞുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ രാഹുലാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ട്രാക്കിലോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ഡേയ് ട്രെയിനിൽ പോകുന്ന എന്ത് ചെയ്യും? ആ ട്രെയിൻ ട്രെയിൻ ഇപ്പോൾ വരില്ലെന്ന്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, കന്യാകുമാരി ആണെന്ന് തോന്നുന്നു നമ്മുടെ ആ സൈഡിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ, അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട് ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനും അവസാനത്തെ റെയിൽവേ സ്റ്റേഷനും. ആ ഓ പുള്ളിക്കാരൻ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് കേട്ടോ. पंजाब नेशनल जो स्कूल गेम होती है, मैं नेशनल केरला में खेली. ओके 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 भैया. मेरा पंजाब जो बेटा है वो भी आर्मी में, ओके फौज में. ओके भैया, नाइस टू मीट यू. ओके भैया, धन्यवाद. ബൈ. പോവാം. അപ്പോൾ എന്തായാലും അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ട് നമ്മളിനി നേരെ ഓട്ടോ കിടക്കുന്നില്ല, അങ്ങോട്ടാണ് പോകുന്നത്. ഓട്ടോ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കിടക്കുന്നത്, അത് വേറെ പ്രശ്നമില്ല. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നേരെ ഇനി അവിടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ആ ഭാഗത്ത് പോയിട്ട് കാണാം. അതിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, ഇത്രയും വൈകിയത് കൊണ്ട്. നമുക്ക് വേണ്ടി ആട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ. നമ്മളിവിടെ ഗോൾഡൻ ടെമ്പിൾ ഇരിക്കുന്നില്ലേ, ആ ഒരു ഭാഗത്തോട്ടാണ് ഇപ്പം നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സൈഡോട്ടൊക്കെ കണ്ടില്ലേ, നമ്മൾ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പരസ്യമൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവരുടെ ചെയ്തു വെച്ചിട്ടുള്ളത്. രാത്രി അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും തിരക്ക് കുറവുണ്ട് കേട്ടോ രാത്രി. പിന്നെ ഇവിടെയായിട്ട് വലിയൊരു നമ്മൾ കുറച്ചുകൂടെ ഇനി മുന്നോട്ട് നടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലമാണേ. ഇതിൻ്റെ കുറച്ചുകൂടെ അങ്ങ് നടന്നുകൊണ്ട് പോകണം നമുക്ക് ഗോൾഡൻ ടെമ്പിളിലോട്ട് പോകണമെങ്കിൽ. ഇവിടെ വണ്ടിയൊന്നും അല്ല അവർ അലോ ചെയ്യൂല, നടന്ന് നമ്മൾ പോകണം. ആ ഒരു സെറ്റപ്പാണ് അവർ ചെയ്തിട്ടുള്ളത് ഇവിടെ.
നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കുറേ തുണിക്കടകളൊക്കെ കാണാം. ഇവിടെ രണ്ട് സൈഡും കടകളാണ്, തുണിക്കട. പിന്നെ കണ്ട ഇവിടെയായിട്ട് സ്പൈസസ്, ഇവിടെയൊക്കെ സ്പൈസസ് ആണ്. നമ്മളങ്ങനെ നടന്നു കാണുന്നതാ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയാൽ മാത്രമേ നമുക്ക് ഗോൾഡൻ ടെമ്പിളിൽ കാണാൻ പറ്റൂ. പിന്നെ ഇവിടെ ബാക്കിലായിട്ട് നമുക്കൊരു വാട്ടർ ഫൗണ്ടനൊക്കെ കാണാൻ പറ്റുമേ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ. നല്ല രസമുണ്ടത്. അങ്ങനെ നമ്മളെ ഗോൾഡൻ ടെമ്പിളിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് വന്നിട്ടുണ്ട്. ഗോൾഡൻ ടെമ്പിളിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോകണമെങ്കിൽ ക്യൂ നിൽക്കേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കാണ്. നമ്മുടെ ഫ്രണ്ടിലായിട്ടും നല്ല തിരക്കാണ്. ഗോൾഡൻ ടെമ്പിളിലോട്ട് നമ്മൾ നടക്കുന്നില്ലേ വഴി, അത് മുഴുവനും വെള്ള മാർബിളുകൾ കൊണ്ട് ആണ് പണിതിരിക്കുന്നത്. നമുക്ക് ഈ റൈറ്റ് സൈഡിലായിട്ട് നോക്കുമ്പോൾ മാറ്റ് കാണാൻ പറ്റും. മാറ്റ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അസാധ്യ തണുപ്പാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏതാണ്ട് 7-8 ഡിഗ്രി എങ്ങാണ്ടോ ആണ്. അതുകൊണ്ടാണ് അവർ ഈ മാറ്റൊക്കെ വിരിച്ചിട്ടിരിക്കുന്നത്. അപ്പം മാറ്റിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റില്ല. പിന്നെ ആ ഒരു ഭാഗത്തോട്ട് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല തിരക്കുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നൊരു പിടിയുമില്ല. എന്തായാലും നോക്കട്ടെ, നമ്മളിവിടെ കുറച്ച് സമയം ഉണ്ടാവും. അങ്ങോട്ട് കയറാൻ പറ്റുമെങ്കിൽ കയറണം. പിന്നെ നമുക്ക് വേറൊരു സ്പെഷ്യാലിറ്റി ഉള്ളത്, ഗോൾഡൻ ടെമ്പിൾ ചുറ്റോട് ചുറ്റും കുളമാണ്. ഗോൾഡൻ ടെമ്പിൾ നടുക്കിലായിട്ടാണ് ഇരിക്കുന്നത്. അത് കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഇവിടെ നിന്നിട്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇറങ്ങി നിന്ന് ദാണ്ട ആ ഒരു ഭാഗം വരെ പോകാൻ പറ്റും. അപ്പം ഞാൻ നോക്കി ആൾക്കാരൊക്കെ ഇറങ്ങി വന്നുകൊണ്ട് കുളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വൈകിട്ട് ആരും അങ്ങനെ ഇറങ്ങാതെ കണ്ടില്ല. ഇപ്പോൾ അവിടെ ഒരാൾ നിന്ന് നിൽക്കുന്ന കണ്ടില്ലേ, അതേപോലെ കാലും കൈയും കഴുകി മുകളിലോട്ട് കയറുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ. പിന്നെ ഗോൾഡൻ ടെമ്പിൾ, പിന്നെ അങ്ങോട്ട് കയറാൻ ഭയങ്കര തിരക്കാണ്. ഇന്ന് അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ക്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യ ക്യൂ ആണ് ആ ഒരു ഭാഗം മുഴുവനും. എനിക്ക് തോന്നുന്നു അവിടെ നിന്നേ തുടങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു ക്യൂ. കുളത്തിൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ റിഫ്ലക്ഷൻ അടിച്ച് നമുക്കത് വ്യക്തമായിട്ട് കുളത്തിലും കാണാൻ പറ്റുമേ.
ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്തോട്ട് കയറാൻ നിൽക്കുന്ന ക്യൂ ആണ് ഇത്. ഒരു രക്ഷയില്ലാത്ത ക്യൂ ആണ്. ഇവിടെ നിന്ന് ഏതാണ്ട് അവിടെ നിന്ന് ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്യൂ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡൻ ടെമ്പിൾ ഇരിക്കുന്നത് കണ്ടോ, അവിടെയാണ്. അവിടെ ഒരു പാലമുണ്ട്, ആ പാലം കയറിയിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ അത്രയും ക്യൂ ആണ് അവിടെ. ഇന്ന് വെള്ളി ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക് കേട്ടോ. വെള്ളി മാർച്ച് 8-ാം തീയതിയാണ്. വെള്ളിയും ശനിയും ദിവസങ്ങളിൽ ഇവിടെ ഗുരുദ്വാരയിൽ നല്ല തിരക്കായിരിക്കും ഗോൾഡൻ ടെമ്പിളിൽ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ശിവരാത്രിയല്ലേ, ശിവരാത്രി ആയതുകൊണ്ടുള്ള തിരക്കായിരിക്കുന്നു. പക്ഷെ അതല്ല, വെള്ളി ശനി ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കുള്ള ദിവസമാണ്. മിനിമം എനിക്ക് തോന്നുന്ന ഒരു 3-4 മണിക്കൂർ എടുക്കും ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഏതാണ്ട് ആ ഒരു ഭാഗത്തായിട്ട് എത്തണമെങ്കിലേ. അത്ര ക്യൂ ആണ്. ഇവിടെ ഒരുപാട് ഫോറിനേഴ്സിനെയും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ, ഗോൾഡൻ ടെമ്പിൾ കാണാമെന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ ടെമ്പിൾ 24 hours ഓപ്പൺ ആണ്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ വരാം. അങ്ങനെ ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗോൾഡൻ ടെമ്പിൾ നമ്മുടെ ബാക്കിലായിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക്. അപ്പോൾ എന്തായാലും നമുക്കിനി നാളെ കാണാം. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് രാവിലെ അവിടെ നിന്ന് ബസ്സുണ്ട്. അപ്പോൾ ഞാൻ ഏത് സ്ഥലമാണെന്ന് ഞാൻ നാളെ പറയാം. അപ്പോൾ എന്തായാലും നാളെ കാണാം.